യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഭീഷണികളും അതിനു മറുപടിയായി ഇറാൻ നടത്തുന്ന ശക്തമായ നയതന്ത്ര സൈനിക നീക്കങ്ങളും മധ്യപൂർവേഷ്യയെ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത പകയും സംഘർഷവുമാണ് ഇപ്പോൾ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള വിദേശ ശക്തികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ അപകടകരമായ തലത്തിലേക്ക് വളരുന്നത്. ഇറാന് നേരെ അതിശക്തമായ സൈനിക ആക്രമണങ്ങൾ ഉടൻ ഉണ്ടാകുമെന്നാണ് അമേരിക്കൻ മാധ്യമമായ ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിൽ ഡൊണാൾഡ് ട്രംപ് തുറന്നടിച്ചിരിക്കുന്നത്. ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് വൻകിട ആക്രമണം അഴിച്ചുവിടുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നടുക്കമാണ് ഉണ്ടാക്കിയത്. എന്നാൽ ട്രംപിന്റെ ഈ പുതിയ ഭീഷണിയെ തികച്ചും പരിഹാസത്തോടെയും പുച്ഛത്തോടെയുമാണ് ഇറാനിയൻ നേതൃത്വം നേരിട്ടത്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ കാലിബാഫും വിദേശകാര്യമന്ത്രി സയ്യദ് അബ്ബാസ് അരാഗ്ചിയും ട്രംപിന്റെ പ്രസ്താവനകളെ പരസ്യമായി തള്ളിക്കളയുകയും പരിഹസിക്കുകയും ചെയ്തു. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുൻപിൽ ഇറാൻ ഭയന്നു പിന്മാറില്ലെന്നും തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ രാജ്യം സജ്ജമാണെന്നും പാർലമെന്റ് സ്പീക്കർ ബാഖർ കാലിബാഫ് വ്യക്തമാക്കി. ട്രംപിന്റെ ഇത്തരം ഗർജനങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിരാശയിൽ നിന്ന് ഉടലെടുക്കുന്നതാണെന്നായിരുന്നു ഇറാന്റെ നിലപാട്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഭീഷണികളും അതിനു മറുപടിയായി ഇറാൻ നടത്തുന്ന ശക്തമായ നയതന്ത്ര സൈനിക നീക്കങ്ങളും മധ്യപൂർവേഷ്യയെ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത പകയും സംഘർഷവുമാണ് ഇപ്പോൾ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള വിദേശ ശക്തികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ അപകടകരമായ തലത്തിലേക്ക് വളരുന്നത്. ഇറാന് നേരെ അതിശക്തമായ സൈനിക ആക്രമണങ്ങൾ ഉടൻ ഉണ്ടാകുമെന്നാണ് അമേരിക്കൻ മാധ്യമമായ ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിൽ ഡൊണാൾഡ് ട്രംപ് തുറന്നടിച്ചിരിക്കുന്നത്. ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് വൻകിട ആക്രമണം അഴിച്ചുവിടുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നടുക്കമാണ് ഉണ്ടാക്കിയത്. എന്നാൽ ട്രംപിന്റെ ഈ പുതിയ ഭീഷണിയെ തികച്ചും പരിഹാസത്തോടെയും പുച്ഛത്തോടെയുമാണ് ഇറാനിയൻ നേതൃത്വം നേരിട്ടത്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ കാലിബാഫും വിദേശകാര്യമന്ത്രി സയ്യദ് അബ്ബാസ് അരാഗ്ചിയും ട്രംപിന്റെ പ്രസ്താവനകളെ പരസ്യമായി തള്ളിക്കളയുകയും പരിഹസിക്കുകയും ചെയ്തു. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുൻപിൽ ഇറാൻ ഭയന്നു പിന്മാറില്ലെന്നും തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ രാജ്യം സജ്ജമാണെന്നും പാർലമെന്റ് സ്പീക്കർ ബാഖർ കാലിബാഫ് വ്യക്തമാക്കി. ട്രംപിന്റെ ഇത്തരം ഗർജനങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിരാശയിൽ നിന്ന് ഉടലെടുക്കുന്നതാണെന്നായിരുന്നു ഇറാന്റെ നിലപാട്. സമാനമായ രീതിയിലാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും പ്രതികരിച്ചത്. അമേരിക്ക മുൻപും സമാനമായ രീതിയിൽ ഭീഷണികൾ മുഴക്കിയിട്ടുണ്ടെന്നും എന്നാൽ ഇറാന്റെ പ്രതിരോധ ശക്തികൾക്ക് മുൻപിൽ അവർക്ക് പിന്തിരിയേണ്ടി വന്നിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുഎസ് പ്രസിഡന്റിന്റെ പ്രസ്താവനകളെ ഗൗരവത്തോടെ കാണുന്നില്ലെന്നാണ് ഇറാന്റെ നയതന്ത്ര വക്താക്കൾ നൽകുന്ന സൂചന. എന്നാൽ വാചോടോപ്പങ്ങൾക്കപ്പുറം യുദ്ധമേഖലയിലെ സാഹചര്യങ്ങൾ തികച്ചും സങ്കീർണവും ഭയാനകവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഘർഷത്തിലേക്ക് ബ്രിട്ടൻ കൂടി നേരിട്ട് പങ്കാളിയാകുന്നു എന്ന വിവരമാണ് മേഖലയിൽ പുതിയ തീപ്പൊരി ചിതറിച്ചിരിക്കുന്നത്. ഇറാന് നേരെ അമേരിക്ക അടുത്തിടെ നടത്തിയ സൈനിക ആക്രമണങ്ങൾക്കായി ബ്രിട്ടന്റെ വ്യോമസേനാ താവളങ്ങൾ ഉപയോഗിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇറാനെതിരായ യുഎസ് സൈനിക നീക്കത്തിന് യുകെയുടെ താവളം ഉപയോഗിക്കപ്പെടുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഈ നീക്കത്തോടെ സംഘർഷത്തിന്റെ വ്യാപ്തി മധ്യപൂർവേഷ്യയിൽ മാത്രം ഒതുങ്ങാതെ യൂറോപ്യൻ ശക്തികളിലേക്കും പടരുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. അമേരിക്കയ്ക്ക് സൈനിക സൗകര്യങ്ങൾ ഒരുക്കി നൽകിയതിലൂടെ ബ്രിട്ടൻ മേഖലയിലെ സമാധാനത്തിന് വലിയ ഭീഷണി ഉയർത്തിയെന്നാണ് ടെഹ്റാന്റെ ആരോപണം. ബ്രിട്ടന്റെ ഈ ഇടപെടലിന് പിന്നാലെ കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ ഭരണകൂടം രംഗത്തെത്തി. അമേരിക്കൻ ആക്രമണത്തിന് സൗകര്യമൊരുക്കിയ യുകെയുടെ താവളങ്ങൾ ഇനി മുതൽ ഇറാന്റെ വധശിക്ഷാ പരിധിയിൽ വരുന്ന അല്ലെങ്കിൽ ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ള നിയമപരമായ സൈനിക ലക്ഷ്യങ്ങളാണെന്ന് ടെഹ്റാൻ പ്രഖ്യാപിച്ചു. ഇറാന്റെ ഈ പ്രഖ്യാപനം മിഡിൽ ഈസ്റ്റിലെയും മെഡിറ്ററേനിയൻ മേഖലയിലെയും ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾക്ക് വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉണ്ടാക്കിയത്. യുകെയുടെ വിദേശ നയത്തെയും യുദ്ധത്തിലെ അവരുടെ പങ്കാളിത്തത്തെയും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറഞ്ഞു. യുകെ താവളങ്ങൾ ആക്രമിക്കപ്പെടുമെന്ന ഇറാന്റെ പ്രഖ്യാപനം സഖ്യകക്ഷികളായ രാജ്യങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കി. മിഡിൽ ഈസ്റ്റിൽ നിലയുറപ്പിച്ചിരിക്കുന്ന യുഎസ് യുകെ സൈനികർക്ക് ഒരേ സമയം തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായത്. മേഖലയിലെ പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നേരിട്ടോ ബ്രിട്ടീഷ് താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്താനുള്ള സാധ്യത സൈനിക വിദഗ്ധർ തള്ളിക്കളയുന്നില്ല. ഇതൊരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് വഴി തുറന്നേക്കാം.
അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്ന് നടത്തുന്ന നീക്കങ്ങൾക്ക് കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാൻ വിപ്ലവകാർഡും സമാനമായ രീതിയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എണ്ണ ഗതാഗത പാതയായ ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന മേഖലകളിൽ ടെഹ്റാൻ സംരക്ഷണം ശക്തമാക്കി കഴിഞ്ഞു. യുഎസിന്റെയും ബ്രിട്ടന്റെയും സംയുക്ത നീക്കങ്ങൾ മേഖലയിലെ സമാധാന ശ്രമങ്ങളെ പാടെ തകർത്തതായി അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ പൂർണ്ണമായും അടയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ട്രംപിന്റെ കടുത്ത നിലപാടുകളും അതിനെ പ്രതിരോധിക്കാനുള്ള ഇറാന്റെ നയതന്ത്ര സൈനിക നീക്കങ്ങളും വരും ദിവസങ്ങളിൽ മധ്യപൂർവേഷ്യയെ കൂടുതൽ വലിയ പ്രക്ഷുബ്ധതയിലേക്ക് തള്ളിവിടുമെന്ന് ഉറപ്പാണ്. വൻ ശക്തികൾ തമ്മിലുള്ള ഈ പോരാട്ടം ലോക സമ്പദ് വ്യവസ്ഥയെയും എണ്ണ വിപണിയെയും എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന ഭീതിയിലാണ് അന്താരാഷ്ട്ര സമൂഹം.